അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്രായേലിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അവിടുത്തെ കൂട്ടക്കരച്ചിലാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ ഗസയിലെ ആ പിഞ്ചു മക്കളുടെ, കഴിഞ്ഞ വർഷം ആ മക്കൾ പാവം പട്ടിണിയായി അവിടുത്തെ ഒരു ദുഃഖ സാഹചര്യം ഓർത്ത് നോക്ക്. വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ ഗസയിലൊക്കെ ഫലസ്തീനൊക്കെ നാം കണ്ടത്. ആ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു എന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ആക്രമണമാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ബങ്കറുകളിൽ അവർ രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ ഇനി അതും സാധ്യമല്ല എന്നാണ്. കാരണം അവിടേക്ക് വരുന്ന മിസൈലുകളെ തടുക്കാൻ വേണ്ടിയുള്ള റഡാറുകൾ അതൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ജോർഡാനിലുള്ള റഡാർ തകർത്ത സംഭവം നാം കേട്ട് 300 മില്യൺ വില വരുന്ന റഡാറാണ് തകർത്തത്. ഇനിയിപ്പോൾ ഇസ്രായേൽക്കാർക്ക് അവരുടെ ഭൂമിയിൽ വന്ന് മിസൈലുകൾ പതിക്കുമ്പോൾ അപ്പം തന്നെ അവർക്ക് അറിയുകയുള്ളൂ. ഇല്ലെങ്കിൽ മുമ്പ് തന്നെ അവർക്ക് ഈ റഡാർ ഉപയോഗിച്ച് കൃത്യമായി വരുന്നുണ്ട് എന്നും അത് ആകാശത്തിൽ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള റഡാറുകളെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മിസൈലുകൾ പതിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ, അവിടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് സന്തോഷിച്ചു കൊണ്ടൊന്നും പറയുന്നതല്ല. എന്നാലും ആ പിഞ്ചു മക്കളുടെ കരച്ചിലുണ്ടല്ലോ, ആ പൊന്നു മക്കളുടെ കരച്ചിൽ, ആ പൊന്നു മക്കളോട് പോലും ദയം തോന്നാതെ ആദ്യം തന്നെ തകർത്തത് ഇറാൻ്റെ പിഞ്ചു മക്കളെയാണ്. മാതാപിതാക്കളെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ആ പൊന്നു മക്കൾ മരണപ്പെട്ടു പോയത്. പാവം അതിരാവിലെ വളരെ പ്രതീക്ഷയോട് ആ മക്കളെ കയ്യിൽ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് പ്രതീക്ഷയോടുകൂടി ആ മക്കൾ തിരിച്ചു വരുന്നു എന്ന് കാത്തിരിക്കുമ്പോഴാണ് കേൾക്കുന്നത് എന്നേക്കുമായി നിങ്ങളുടെ മക്കളില്ല എന്നുള്ള വാർത്ത. എങ്ങനെ സഹിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇതിൻ്റെ ഈ മക്കളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയാം. കാരണം അത്രയ്ക്കും വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള റഡാർ സംവിധാനം നശിച്ചതോടുകൂടി തീർച്ചയായും ഇസ്രായേലിലേക്ക് ഈ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ സൗദിയിൽ തകർത്തത് നാം കേട്ടു. ഈ ഇറാൻ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും കൃത്യമായി തന്നെ അവർ പ്ലാൻ ചെയ്തുകൊണ്ട് അമേരിക്ക സൈന്യങ്ങളെ തകർത്തുകൊണ്ട്, സൗദി പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അമേരിക്ക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മുടെ പലയിടങ്ങൾ നശിപ്പിക്കുന്നുണ്ട് ഇറാൻ എന്ന രീതിയിലൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം രാജ്യം ഇങ്ങനെ ഒരു രീതിയിലുള്ള ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അവരുടെ പരമോന്നത നേതാവായ അലി ഖുമൈനിയുടെ മരണം, ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ ഷിയാക്കളാണല്ലോ അങ്ങനെ ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പിഞ്ചു മക്കൾ എങ്ങനെ കൊന്നുകളയാൻ മനസ്സ് വരുന്നുണ്ട് ആ മക്കളുടെ. ഇന്നിപ്പോൾ ബങ്കറിൽ മുമ്പൊക്കെ ഈ മിസൈലുകൾ പോകുമ്പോൾ നേരെ ഈ റഡാറുകൾ അവരുടെ മിസൈലുകൾ വരുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരം നൽകിയപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യും, ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാവരും ബങ്കറുകളിൽ ഒളിക്കുക എന്ന്. ഇനി അങ്ങനൊന്നും സാധിക്കില്ല. നേരെ മിസൈലുകൾ പതിച്ചപ്പോൾ തന്നെ അവർക്കറിയുകയുള്ളൂ. അത്രയ്ക്കും ഭീകരമായ രീതിയിലാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ ഭീകരമായ ആക്രമണം ഇപ്പം തന്നെ ഒന്ന് നടത്തി കഴിഞ്ഞുവല്ലോ. കാരണം അവിടുത്തെ എണ്ണകൾ തകർത്ത ഒരു സംഭവം, അതുമായിട്ട് അമേരിക്കയും ഇസ്രായേലും പരസ്പരം ഭിന്നിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധ സാഹചര്യങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ പ്രാർത്ഥന, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിന്ന് കിട്ടാൻ വേണ്ടിയായിരിക്കണം. ഇതൊന്നും രക്ഷപ്പെട്ട് കിട്ടാൻ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം തന്നെ മുന്നോട്ട് പോയാൽ ഇത് എല്ലാവരും ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് പിഞ്ചു മക്കളാണ്, പാവപ്പെട്ടവരാണ്. ഈ യുദ്ധങ്ങളൊക്കെ നടത്തുന്നൊക്കെ നേതാക്കളാണെങ്കിലും ഇതിന് ഷഹീദാകുന്നത് ഒന്നും തിരിയാത്ത പിഞ്ചു മക്കളും പാവപ്പെട്ട രോഗികളും അതുപോലെ പാവപ്പെട്ട സഹോദരിമാരൊക്കെയാണ് ഇതിന് ഷഹീദായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതൊന്ന് തീർന്ന് ഒരു സമാധാനമുള്ള, കാരണം യുദ്ധം കൊണ്ട് വലിയ നഷ്ടമല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ഇതുകൊണ്ട് തോൽക്കുന്നത് ഇറാനോ അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രായേലോ ഫലസ്തീനോ ഒന്നും അല്ല. ഇവിടെ തോൽക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യത്വം ഇല്ലാതെയാവുകയാണ്. കാരണം പിഞ്ചു മക്കൾ, ആ ചോര പൈതൽ, അവരെന്ത് കുറ്റമാണ് ചെയ്തത്? അവർ സ്കൂളിൽ പോയ മക്കൾ എന്ത് കുറ്റമാണ് ചെയ്തത്? എന്ത് കുറ്റത്തിൻ്റെ പേരിൽ അവരെ കൊന്നുകളഞ്ഞു? ആ പിഞ്ചു മക്കളുടെ ഫോട്ടോ നോക്കണം. അതിൻ്റെ ഫോട്ടോയിൽ കുത്തിലത്ത്, എന്ത് ദോഷത്തിൻ്റെ പേരിൽ എന്നെ കൊന്നു? നാളെ പരലോകത്ത് അവർ ചോദിക്കും, എന്തിനാണ് ഞങ്ങളെ കൊന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? മറുപടി പറയേണ്ടി വരും. തീർച്ചയായും അള്ളാഹു ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാടിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുകയാണ്.
പിന്നെ ഈ കിസ്ര എന്നുള്ള ഈ കരച്ചൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ആ സന്തോഷം തോന്നുന്നത് അവർ ചെയ്ത അക്രമം അത്ര ഭീകരമായിരുന്നു. ഒരു മനുഷ്യനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അക്രമമാണ് അവർ ചെയ്തത്. ആ പിഞ്ചു മക്കളെ പോലും വിടാതെ നിരന്തരമായ അക്രമമാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഇത് അവിടെയും മനുഷ്യർ തന്നെയാണല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഇതിൽ നിന്ന് വലിയ ഒരു സലാമത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.